ദേശീയ ഗാനത്തെ അംഗീകരിക്കാത്ത, ദേശീയ പതാക ഇതുവരെ അംഗീകരിക്കാത്ത, ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പരസ്യമായി പറഞ്ഞ സംഘപരിവാറാണ് ഈ രാജ്യം ഹിന്ദുക്കളുടെ മാത്രമാണ് എന്ന് പറയുക മാത്രമല്ല, ഈ രാജ്യത്തെ ഈ രാജ്യമായി അംഗീകരിക്കാത്ത, മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന സംഘപരിവാറുകാർ ഇത് നടപ്പാക്കുന്നത് തന്നെയാണ് എൻ്റെ പ്രശ്നം. കോടതികൾ എന്താണ് കഴിഞ്ഞ കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കിയാൽ, ഇപ്പം നമ്മുടെ മുമ്പിൽ അയോധ്യയുടെ വിധിയുണ്ട്. അയോധ്യയുടെ വിധി വെച്ചുകൊണ്ടല്ലാതെ നമുക്ക് സുപ്രീം കോടതി അങ്ങനെ വളരെ സുതാര്യമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി കണക്കാക്കാൻ കഴിയില്ല. അയോധ്യയുടെ വിധിയിൽ CPC പഠിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും, അത് ഒരുപാട് അഭിഭാഷകരോട് ഞാൻ ആ സൈഡിലും ഈ സൈഡിലുള്ള അഭിഭാഷകരോടൊക്കെ ചോദിച്ചു, അവിടെ പള്ളി പൊളിച്ചത് തെറ്റ്, നിയമവിരുദ്ധം, ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ ചോദ്യം ചെയ്ത ക്രിമിനൽ ആക്ടിവിറ്റിയാണ് പള്ളി പൊളിച്ചത്, തെറ്റ്. വിഗ്രഹം കൊണ്ടുവച്ചതോ 1950 അതും തെറ്റ്. പള്ളി ഉണ്ടായിരുന്നതിന് തെളിവുണ്ടോ? ഉണ്ട്. അമ്പലം ഉണ്ടായിരുന്നതിന് തെളിവുണ്ടോ? ഇല്ല. എന്നാൽ നാലാമത്തെ കേസ് OS നമ്പർ 4 ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തെളിയിച്ചിരിക്കുന്നു. ഏതൊക്കെ? അവിടെ പള്ളി എക്സിസ്റ്റ് ചെയ്യുന്നു, അവിടെ അമ്പലം ഉണ്ടായിരുന്നില്ല, അവിടെ രണ്ട് ഘട്ടങ്ങളിൽ വിഗ്രഹം കൊണ്ടുവച്ചതും പള്ളി പൊളിച്ചതും തെറ്റാണ്. ഈ വാദഗതികളൊക്കെ OS നമ്പർ 4, അതായത് ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൊടുത്ത കേസ് അനുവദിച്ചിരിക്കുന്നു. അനുവദിച്ചിട്ട് എന്താ, സാധാരണ കേസ് അനുവദിച്ചാൽ എന്ത് പറ്റും? വാദിക്ക് പറഞ്ഞ കാര്യങ്ങൾ കൊടുക്കും. അതുകൊണ്ട് വാദിക്ക് 5 ഏക്കർ സ്ഥലം എവിടെയെങ്കിലും രാമക്ഷേത്രം പണിയാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം എന്ന് മാത്രമല്ല, കേസ് തോറ്റ കക്ഷിക്ക് ആർട്ടിക്കിൾ 142 പ്രകാരം സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം, അവർക്ക് ട്രസ്റ്റിൽ അംഗത്വം കൊടുക്കണം. അപ്പം ഇങ്ങനെ ഒരു സാമാന്യ യുക്തി എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഇതിന് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാക്ക്, മഞ്ചേരി കോടതിയിൽ വെച്ചൊരു പരിപാടി നടന്നപ്പോൾ അവിടുത്തെ ഒരു അഭിഭാഷകൻ പറഞ്ഞ കാര്യമാണ്. ഈ കോടതി പരിസരത്ത് ഒരു 15 കൊല്ലം ചായക്കട നടത്തിയാൽ സാധാരണ ആളുകൾ ഈ എണ്ണ പലഹാരം പൊതിഞ്ഞു കൊടുക്കാൻ വേണ്ടി ഈ OS ഷീറ്റുകളൊക്കെ ഉപയോഗിക്കും, കേസ് ഷീറ്റുകളൊക്കെ ഉപയോഗിക്കും. അങ്ങനെ ഒരു സിവിൽ കേസ് ഷീറ്റുകൾ, സ്യൂട്ട് ഹർജികൾ പൊതിഞ്ഞ് വാഴക്കായോ അല്ലെങ്കിൽ അതുപോലുള്ള ബജിയോ പൊതിഞ്ഞു കൊടുക്കാൻ ഉപയോഗിച്ചൊരു ചായക്കടക്കാരൻ പോലും ഇത് തെറ്റല്ലേ എന്ന് പറയുന്ന തരത്തിലുള്ളൊരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് അയോധ്യ കേസിലുണ്ടായത്. പക്ഷെ നമ്മൾ ആരെങ്കിലും പ്രതികരിച്ചോ? ഇല്ല, നമ്മളാരും പ്രതികരിച്ചില്ല. അയോധ്യ കേസ് വന്നപ്പോൾ നമ്മൾ പ്രതികരിച്ചില്ല. 2.5-3 മണിക്കൂറായി ഇവിടെ കൂടിയിട്ട്. നമ്മൾ ആരെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ യഥാർത്ഥ പ്രശ്നം ചർച്ച ചെയ്തോ? ഇല്ല. ഈ നാട്ടിലെ പട്ടിണി ചർച്ച ചെയ്തോ? ഇല്ല. തൊഴിലില്ലായ്മ ചർച്ച ചെയ്തോ? ഇല്ല. ഈ രാജ്യം പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് പോകുന്ന എക്കണോമിക് ക്രൈസിസ് ഒന്നും ചർച്ച ചെയ്യാതിരിക്കാൻ ഇത് ചെയ്യും. VD സവർക്കറിനെ പോലെ ഗാന്ധി വധത്തിലെ പ്രതി, ഗാന്ധിയെ വെടിവെച്ച് കൊന്ന കേസിലെ പ്രതിയാണ് VD സവർക്കർ. ആപ്തയും ഗോഡ്സെയും കൂടി ബോംബെയിൽ പോയി VD സവർക്കറിന്റെ വീട്ടിൽ പോയി കണ്ട് ഞങ്ങൾ ഗാന്ധിയെ കൊല്ലാൻ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നു. ഒരു ക്ഷേത്രത്തിൽ വെച്ചാൽ ഗാന്ധിയെ കൊല്ലാൻ തീരുമാനിച്ചത്. ഗാന്ധി ഒരു ദുർഗാക്ഷേത്രത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇരുന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റി എവിടെയാണ് വരുന്നതെന്ന് മാർക്ക് ചെയ്തിട്ട് വെടിവെച്ച് നോക്കി. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ഇവർ തീരുമാനിച്ച് തെരഞ്ഞെടുത്ത സ്ഥലം ഒരു ദുർഗാക്ഷേത്രമാണ്. എന്നിട്ട് അത് പോയി പറഞ്ഞു, VD സവർക്കറോട് പറഞ്ഞു, ഞങ്ങളിതാ കൊല്ലാൻ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, വിജയിച്ചു വരൂ, നിങ്ങൾ അത് പൂർത്തിയാക്കി വരൂ എന്ന് പറഞ്ഞു ഗൂഢാലോചന നടത്തി. ഒരു മൊഴിയുണ്ട് ഈ കമ്മീഷന് മുമ്പാകെ, കപൂർ കമ്മീഷന് മുമ്പാകെ. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഗൂഢാലോചന കേസിലെ പ്രതിയാണ്, ഗാന്ധിവധ കേസിലെ പ്രതിയാണ് സവർക്കർ. സവർക്കർ ഇന്നേ വരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഒരൊന്നും പ്രസംഗിച്ചിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. മാപ്പെഴുതി കൊടുത്തതിനകത്ത് പറഞ്ഞത് ഞാൻ മാത്രമല്ല, എന്നെ പുറത്തുവിട്ട എൻ്റെ അനുയായികളും കൂടി ഞങ്ങൾ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി സംസാരിക്കാമെന്നാണ്. ഈ RSS ഉണ്ടാക്കിയ തലവൻ ഗോൾവാക്കറോട് 2 ചെറുപ്പക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കട്ടെ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. നിങ്ങൾക്ക് കുടുംബത്ത് വേറെ എന്തെല്ലാം പണിയുണ്ട്, നിങ്ങൾ എന്താ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വരുന്നതെന്ന് ചോദിച്ചു. അങ്ങനെയുള്ള സവർക്കറിന്റെ പടം പാർലമെന്റിൽ നിന്ന് ഗാന്ധിയുടെ നേരെ ഓപ്പോസിറ്റ് വെച്ചിരിക്കുകയാണ് ഇവർ. നിങ്ങൾ സംശയമുണ്ടെങ്കിൽ നോക്കിക്കോളൂ, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോൾ മഹാത്മാഗാന്ധിയോടൊപ്പം സവർക്കറുമുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, അമിത്ഷായുടെ ഏത് ഫോട്ടോയും അദ്ദേഹം ഇരിക്കുന്ന മുറിയിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹോം മിനിസ്റ്റർ എന്ന മുറിയിൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുകളിലുള്ളത് ഗാന്ധിയുടെ ഫോട്ടോയല്ല, ഈ സവർക്കറുടെ പടമാണ്. ഈ സവർക്കറെയാണ് ഇവർ ഇന്നും പൂജിക്കുന്നത്. ദേശീയ ഗാനത്തെ അംഗീകരിക്കാത്ത, ദേശീയ പതാക ഇതുവരെ അംഗീകരിക്കാത്ത, ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പരസ്യമായി പറഞ്ഞ സംഘപരിവാറാണ് ഇത് നടപ്പാക്കുന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഈ രാജ്യം ഹിന്ദുക്കളുടെ മാത്രമാണ് എന്ന് പറയുക മാത്രമല്ല, ഈ രാജ്യത്തെ ഈ രാജ്യമായി അംഗീകരിക്കാത്ത, മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന സംഘപരിവാറുകാർ ഇത് നടപ്പാക്കുന്നത് തന്നെയാണ് എൻ്റെ പ്രശ്നം. കോടതികൾ എന്താണ് കഴിഞ്ഞ കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കിയാൽ, ഇന്ത്യയിലെ എല്ലാ ഭരണഘടനാ വിധികളും വന്നത് സുപ്രീം കോടതിയിൽ നിന്നാണ്. ആളുകളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് പോകുമ്പോൾ അമിതമായ അധികാരം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ്. ഈ നാട്ടിലെ പെൺകുട്ടികളുടെ എതിരായ
അതിക്രമം ഉണ്ടാകുമ്പോൾ അത് തടയാനുള്ള നിയമം കൊണ്ടുവന്നത് വിശാഖ കേസിൽ സുപ്രീം കോടതിയാണ്. ഭരണഘടന നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയാൽ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട മൗലികാവകാശങ്ങൾ മുഴുവൻ നിയമമായി കൊണ്ടുവന്നത് ഒരു കാലത്ത് ഈ രാജ്യത്ത് സുപ്രീം കോടതിയാണ്. ജസ്റ്റിസ് VR കൃഷ്ണയ്യരും ജസ്റ്റിസ് ഭഗവതിയും ഉണ്ടായിരുന്ന കാലത്ത് പോസ്റ്റ് കാർഡിൽ നിങ്ങൾ പരാതി എഴുതി അയച്ചാൽ പൊതുതാൽപര്യ ഹർജിയായി സ്വീകരിച്ച് വിധി പറയുന്ന ഒരു കാലം ഇന്ത്യയിലെ സുപ്രീം കോടതിക്കുണ്ടായിരുന്നു. ഇന്നത്തെ സുപ്രീം കോടതി ആ പഴയ സുപ്രീം കോടതിയുടെ പേര് ചീത്തയാക്കുന്ന സുപ്രീം കോടതിയാണ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ തന്നെ ഹാജരാകുന്ന മുതിർന്ന അഭിഭാഷകരാണ്. എങ്ങോട്ടാണ് നമ്മുടെ സുപ്രീം കോടതി പോകുന്നത്? സുപ്രീം കോടതി കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെ ചെയ്തു? നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ കോടതിയിൽ പോയാൽ നീതി കിട്ടും എന്നുള്ളത്. അതൊരു ശരിയായ ധാരണയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നീതി കൊടുക്കാനുള്ള സംവിധാനങ്ങളായി രൂപപ്പെടുത്തിയതാണ് കോടതികൾ. കോടതികൾ എങ്ങനെയാണ് നീതി കൊടുക്കുന്നത്? നിയമത്തിലൂടെയാണ് കോടതികൾ നീതി കൊടുക്കുന്നത്. അപ്പം എല്ലായ്പ്പോഴും നിയമം തന്നെ നീതിയായിക്കൊള്ളണമെന്നില്ല, ശരിയല്ലേ? ഇപ്പോൾ വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുത്തില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നീതിയല്ല. പക്ഷെ കോടതിയിൽ പോയി ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഭക്ഷണം കൊടുക്കാത്തതിനൊരു കുറ്റം ഇല്ല, അത് വേണമെങ്കിൽ കൊടുത്താൽ മതി, മനസാക്ഷിയാണ്. അപ്പോൾ എപ്പോഴും നിയമമല്ല നീതി. പലപ്പോഴും നിയമം നീതിക്കെതിരെ നിൽക്കുന്നത് കൊണ്ടാണ് പല നിയമങ്ങളും സുപ്രീം കോടതി റദ്ദ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, മുത്തലാഖ് നിയമപരമായി ശരീഅത്ത് നിയമമോ ഇസ്ലാം നിയമമോ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. സുപ്രീം കോടതി പറഞ്ഞു അത് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. അത് നിയമം നീതിക്കെതിരെ നിൽക്കുന്നതുകൊണ്ട് നിയമത്തെ എടുത്തു കളയുകയാണ്. അല്ലാതെ സുപ്രീം കോടതി പറഞ്ഞില്ല ഡൈവോഴ്സ് ചെയ്യുന്ന ആളുകളിൽ മുസ്ലിങ്ങളെ മാത്രം നിങ്ങൾ ജയിലിലടയ്ക്കൂ, ബാക്കിയുള്ളവരെയൊക്കെ ക്രിമിനൽ നിയമത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പറഞ്ഞില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ എന്താ ചെയ്തത്? മുത്തലാഖ് നിയമം കൊണ്ടുവന്ന് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഡൈവോഴ്സ് ചെയ്താൽ ക്രിമിനൽ ഒഫൻസ് ഇല്ല, പക്ഷേ മുസ്ലിം ചെയ്താൽ അത് ക്രിമിനൽ ഒഫൻസായി മാറി. എന്നിട്ട് അതിൻ്റെ കുറ്റവും സുപ്രീം കോടതിക്കാണ്. അതുകൊണ്ട് സുപ്രീം